ഒമാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ സൈനിക ബേസുകൾ ഓർമ്മയാകുമെന്ന് ഇറാൻ്റെ ഭീഷണി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങളുമായിട്ട് സഹകരിക്കണമെന്നും അതല്ലെങ്കിൽ ഒമാനെ ആക്രമിക്കും എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിലപാട് വന്നത്. അതിനെ പ്രതികരിച്ചുകൊണ്ടാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി വന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഏതെങ്കിലും തരത്തിൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ അല്ലാതെയോ ഒമാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അമേരിക്ക ചെയ്യുകയാണെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും അവർ ചെയ്യുക. അതിൻ്റെ തിരിച്ചടി നൽകുന്നത് തീർച്ചയായിട്ടും അത് ഇറാൻ ആയിരിക്കും. ആ തിരിച്ചടിയിൽ നിലവിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ ഓർമ്മയാകും എന്ന തരത്തിലുള്ള വിവരമാണ് പറയുന്നത്. ഇതോടുകൂടി ഇതൊരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഹോർമുസുമായി ബന്ധപ്പെട്ട് മൈനുകൾ നീക്കം ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണെന്നും അത് വളരെ അടിയന്തരമായി ചെയ്യണം എന്നുള്ളതുമായിരുന്നു അമേരിക്കയുടെ നിർദ്ദേശം. ഈ നിർദ്ദേശം അവരുടെ സ്വപ്നം മാത്രമാണ്. തങ്ങളുടെ ഭാഗത്ത് നിന്ന് മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായ രീതിയിൽ അങ്ങനെ തന്നെ ഉണ്ടാവും, അത് യാതൊരു തരത്തിലും നീക്കം ചെയ്യില്ല എന്നുള്ള മറുപടിയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അതോടുകൂടിയാണ് ഒമാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ കുടുങ്ങിയിരിക്കുന്ന കപ്പലുകളെ തുറന്നു വിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്ക ആലോചിച്ചത്. അത് ആലോചനയോടനുബന്ധിച്ചാണ് ഒമാനോട് പറഞ്ഞത്, നിങ്ങളുടെ ഭാഗം ചേർന്ന് കൊണ്ടുള്ള കടൽ ഭാഗങ്ങൾ അന്താരാഷ്ട്ര പാതയാക്കി തുറന്നു കൊടുക്കണമെന്നുള്ളതും ആ മേഖലയിലുള്ള മൈനുകളോ സംവിധാനമോ ഉണ്ടെങ്കിൽ അത് നീക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം ഒരുക്കണം എന്നും പറഞ്ഞു. അതല്ലെങ്കിൽ തങ്ങൾ ആ പ്രവൃത്തി ചെയ്യും, തങ്ങൾ നീക്കിക്കൊള്ളാം എന്നുള്ളതാണ് പറഞ്ഞത്. ആ വിഷയത്തിലാണ് ഇടപെട്ട് അത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അതാണ് അവിടെ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒമാനെ അമേരിക്ക ആക്രമിക്കും എന്നുള്ളത്. ഈ വിഷയം പറഞ്ഞതോടുകൂടി ഇതിൽ ഇടപെട്ടുകൊണ്ട് പിന്നീട് ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് മറുപടി വന്നത്. ഏത് തരത്തിൽ നോക്കിയാലും എങ്ങനെ നിങ്ങൾ നോക്കിയാലും ഒമാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് മാരകമായിരിക്കുന്ന തിരിച്ചടി അമേരിക്കക്ക് നൽകുക ഇറാനായിരിക്കും. അമേരിക്കയുടെ സൈനിക ബേസുകൾ, അതായത് അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ ഭാവിയിൽ അവർക്ക് സ്വപ്നമായി മാത്രം അവശേഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു തരത്തിൽ നോക്കുകയാണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയും ഇറാൻ്റെ മേലെ ആധിപത്യമുണ്ട് അല്ല ആധിപത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായ സമയത്താണ് അറേബ്യൻ രാജ്യങ്ങളെ മൊത്തത്തിൽ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള സമീപനവുമായിട്ട് അമേരിക്ക ഇപ്പോൾ പുതിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. പക്ഷേ അതിൻ്റെ ഒക്കെ മുനയൊടിക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ പ്രതികരണവും ഇറാൻ്റെ സമീപനവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ നടന്ന ഒരു പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കപ്പെട്ട വളരെ പ്രസക്തമായിരിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ വളരെ പെട്ടെന്ന് തന്നെ ഭരണമാറ്റം ഉണ്ടാക്കി ഷാ ഭരണകൂടത്തിന് അത് ഏൽപ്പിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അത് വല്ലതും നടക്കാൻ പോകുന്നതാണോ എന്നുള്ളത്. അതിലുള്ള ട്രംപിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അത് മുൻപ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്, അതിനുശേഷം വർത്തമാന രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് വിശദീകരണം നൽകാത്ത രീതിയിൽ അയാൾ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ഏത് കാലത്താണെങ്കിലും ഒരു നയങ്ങളും നിലപാടും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നയവും നിലപാടും നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. പിന്നെ എന്ത് പറ്റി അമേരിക്കക്ക് എന്ന ചോദ്യത്തിന് ഇപ്പോഴും യാതൊരു രീതിയിലുള്ള മറുപടിയുമില്ല, ഉത്തരവില്ല. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിലവിലിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒമാൻ ഫസ്റ്റ് തന്നെ ഈ വിഷയമായിട്ട് പ്രതികരിച്ച് ഔദ്യോഗികപരമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിൽ തങ്ങൾ ഭയപ്പെടുകയില്ല എന്നുള്ളതും, യുദ്ധവും അതിൻ്റെ കെടുതിയും ദുരന്തങ്ങളും വിഷയങ്ങളും അനുഭവിച്ച രാജ്യമാണ് ഒമാൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ശക്തിയും ബലവും ഉണ്ട് എന്ന് പറഞ്ഞ് അവർ അവസാനിപ്പിച്ചു. അപ്പോൾ തിരിച്ച് ആക്രമിക്കും എന്ന രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല, പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇറാൻ ഒന്നും കൂടി കടന്നുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത്. തങ്ങൾ അതിന് തിരിച്ച് ആക്രമണം നടക്കും, പ്രതിരോധിക്കുക തങ്ങളായിരിക്കും എന്നുള്ളതും ഒമാനെ തങ്ങൾ സംരക്ഷിക്കും എന്നുള്ള വിവരവുമാണ് പറഞ്ഞത്. ഈ വിവരം പറഞ്ഞതോടുകൂടിയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മേഖലയിലുള്ള പ്രശ്നങ്ങളിലെല്ലാം നേരിട്ട് കൊണ്ട് ഇറാൻ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് വലിയ വിഷയമാണ്. കാരണം ഒമാൻ്റെ ഒരു വിഷയത്തിൽ മാത്രമല്ല, അറേബ്യൻ രാജ്യങ്ങളുടെ വിഷയത്തിലും ഭാവിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇടപെടും. അപ്പോൾ അമേരിക്കക്ക് അത് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്വാധീന കുറവ് വരും എന്ന് മാത്രമല്ല, അവരെ അംഗീകരിക്കാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ആ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ തുടങ്ങി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയമായിട്ടല്ല ഇത് കാണുന്നത്. അവരുടെ ഭാവി എങ്ങനെയാണ് എന്ന്, അഥവാ അമേരിക്കയുടെ ഭാവി മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അതേപോലെ തന്നെ മറ്റ് യൂറോപ്യൻ അമേരിക്കൻ ഐക്യനാടുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം എങ്ങനെയൊക്കെയാണ് അമേരിക്കയെ മറ്റ് ലോക രാജ്യങ്ങൾ വിലയിരുത്തുന്നത് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇറാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ വിഷയത്തെ കണക്കാക്കുന്നത്. ആ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി വശത്താക്കുക എന്നുള്ള കുരുട്ട് തന്ത്രം ഉപയോഗിക്കുന്നത്. ഒമാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതും അങ്ങനെയാണ്, തങ്ങൾ ഒമാനെ ആക്രമിക്കും എന്നുള്ളത്. പക്ഷേ വിചാരിച്ച രീതിയിലുള്ള പ്രതികരണമല്ല വന്നത്. ഒമാൻ്റെ ഭാഗത്തുള്ള പ്രതികരണത്തിന് പകരം ഇറാനാണ് പ്രതികരിച്ചത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അഥവാ അറേബ്യൻ രാജ്യങ്ങളെ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് വരുത്തുകയായിരുന്നു ഇറാൻ. അതിൽ അവർ വിജയിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ അക്രമങ്ങൾ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടും ഇതുവരെ ഒരു അറബ് രാജ്യവും ഇറാനെ ആക്രമിച്ചിട്ടില്ല. തങ്ങളുടെ ക്ഷമക്ക് അതിനുണ്ട്, തങ്ങൾ തിരിച്ചടിക്കും, അതല്ലെങ്കിൽ അതിന് ആ പ്രവൃത്തിയിൽ നിന്ന് അമേരിക്ക മാറിക്കണം, പല രീതിയിലുള്ള അഭിപ്രായങ്ങളും അറേബ്യൻ രാജ്യത്ത് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അവർ ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം, ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷീണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ട് വിജയിച്ചെടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നടക്കാത്തൊരു സംഭവമായിട്ടോ ഒരു യാഥാർത്ഥ്യമായിട്ടോ നിലവിൽ മാറിയിരിക്കുന്നു. അപ്പോൾ ഒമാനെ ആക്രമിക്കുക എന്നുള്ളത് മണ്ടത്തരമായി പോകുമെന്ന് അമേരിക്കയും വിലയിരുത്തുന്നു. കാര്യം രണ്ട് വിഷയമുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ന്യായവും അന്യായവും തമ്മിൽ വിലയിരുത്തുകയും കൂട്ടിക്കേൾക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഒമാൻ ആക്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് വലിയ ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമാണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിഷയത്തിൽ കൃത്യമായ രീതിയിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച രാജ്യമാണ് ഒമാൻ എന്ന് പറയാം. അഥവാ ഏകദേശം 10 തവണയെങ്കിലും മധ്യസ്ഥ വഹിച്ചിട്ടുണ്ട്. 2025-ലും 2026-ലും നിരന്തരം ഈ വിഷയത്തിൽ ഇടപെട്ട രാജ്യമാണ് ഒമാൻ. അപ്പോൾ അങ്ങനത്തെ അതേ രാജ്യം മാത്രമല്ല, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറല്ല എന്ന് ലോകരാജ്യം പറഞ്ഞ സമയത്ത് ഞങ്ങൾ തയ്യാറുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഒമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങളും സ്ഥിതികളും ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാക്കി കൊടുക്കൽ അനിവാര്യമാണ്. മറ്റ് അറേബ്യൻ രാജ്യങ്ങൾ, ഓരോരോ അറേബ്യൻ രാജ്യങ്ങളും ഘട്ടം ഘട്ടമായിട്ടോ ഓരോരോ തരത്തിലോ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ പ്രതികരിക്കാത്ത രാജ്യങ്ങളൊക്കെ പ്രതികരിച്ച് വരുന്നുണ്ട്. അവരത് ആ വിഷയങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ കാണുക നിലവിൽ അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും എല്ലാ തരത്തിലും പിന്തുണ നൽകിയിരിക്കുന്ന രാജ്യങ്ങളാണ്. തങ്ങൾ അത് കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് കണ്ണും പൂട്ടി അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന നിലപാട് തങ്ങൾ സ്വീകരിക്കുകയില്ല. ലോകരാജ്യങ്ങളിൽ, അതേ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അമേരിക്കയുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഭാഷയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക സംസാരിക്കുന്നത്. അത് അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്, അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഈ തരത്തിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ സൗദി അറേബ്യയുടെ നിലപാട് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കുന്ന നിലപാടാണ്. UAE സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുകയും അബ്രഹാം കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. കാര്യം ഈ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ ആ കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതോ അല്ലെങ്കിൽ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രവൃത്തി ചെയ്യാനോ അവരുദ്ദേശിക്കുന്ന തരത്തിൽ പ്രവൃത്തി ചെയ്യാനോ മറ്റൊരാളുടെ സംഭവമൊന്നും ആവശ്യമില്ല. ഒരു സ്വന്തക്ക് ചെയ്തോളൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് UAEയിലേക്ക് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും സൈനികരൊക്കെ എത്തിയത് എന്ന് പറയപ്പെടുന്നു. ആ തരത്തിലേക്ക് വിഷയത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന വിഷയമല്ല, വളരെ വളരെ ഗൗരവപരമായിരിക്കുന്ന വിഷയം തന്നെയാണ്.